എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. ഞങ്ങൾ ടീം UDF, ഞാൻ അത് പറഞ്ഞാൽ മതി. ടീം UDF മനസ്സിലായില്ലേ? ടീം UDF. അത് പറയാൻ എന്താ മടി? ഞാനതിന് കുറ്റപ്പെടുത്തുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിഹസിക്കുകയോ അല്ല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. അതൊന്നും ശരിയല്ല. ഒരിക്കലും ആവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ 20 സീറ്റിൽ 18 സീറ്റ് കിട്ടിയല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ. അപ്പോൾ അന്ന് മാറ്റിക്കളഞ്ഞേക്കാണ് പറഞ്ഞേക്കണത്. ആ ഭൂരിപക്ഷം ടെൻഷനാകണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ ഞാൻ പറഞ്ഞ ഇന്ധനമാണ്, മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാണ്. കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് നിലമ്പൂർ ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് ജനങ്ങൾ പങ്കെടുത്ത്. അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 1-2 തിരഞ്ഞെടുപ്പ് അല്ലല്ലോ. ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് UDF പുറയിലേക്ക് പോയത്? ഏത് 10-15 നടന്നല്ലേ? 10-15 ഗ്രൂപ്പായിട്ട് 15 പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു. ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ സീറ്റിൻ്റെ പുറകെ പോയോ? എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ മിക്കവാറും ഇരട്ടിയിലധികം സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത്. എല്ലാ ഇലക്ഷനും, കേരളം കണ്ട എല്ലാ ഇലക്ഷനും, ഇൻക്ലൂഡിങ് പാർലമെന്റ് ഇലക്ഷൻ. പാർലമെന്റ് ഇലക്ഷൻ 2019 പാർലമെന്റ് ഇലക്ഷനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു. അത്രേ ഉള്ളൂ. അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അപ്പോൾ തീർച്ചയായും അതിനത് വിലക്കെടുത്തിട്ട് കൂടുതൽ ഉത്തരവാദിത്ത ബോധം, ഞാൻ എന്താ പറഞ്ഞത്, ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കുകയല്ല, ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കൂടുതൽ അച്ചടക്കത്തോടുകൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് UDFനെ തയ്യാറാക്കുക എന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും ഞങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട്. കാരണം ആശാസമരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതലാളിത്ത മനോഭാവത്തെ, തൊഴിലാളി വിരുദ്ധ സമീപനത്തെ, തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ തുറന്നു കാട്ടി. ഞങ്ങൾ പറഞ്ഞത് ഇവർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല എന്ന് പറഞ്ഞു. ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറഞ്ഞു. ഇവർ തീവ്ര വലതുപക്ഷക്കാരാന്ന് പറഞ്ഞു. ആദിവാസികളോട് സമരം ചെയ്യുന്ന ആദിവാസികളോട് ചെയ്തത്, ആശാവർക്കർമാരോട് ചെയ്തത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അത് മാറ്റട്ടെ. അല്ല UDF വരുമ്പോൾ ചെയ്യും. അവർ ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പുതിയൊരു സംഭവം പോലെ അതൊരു വിവാദമാക്കി, അത് കമ്മ്യൂണലാക്കി ബാക്കിയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് അടർത്തിയെടുക്കാം എന്ന് വിചാരിച്ചു പലരും. പാർലമെന്റ് ഇലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാകാത്ത വിവാദം നിലമ്പൂർ അസംബ്ലിയിൽ നൽകിയപ്പോൾ ഉണ്ടാക്കി. അതിൻ്റെ പുറകിലുണ്ടായത് ഈ ചേതോവികാരമാണ്. ജാതീയമായി മതപരമായ ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ് CPM എടുത്തത്. എൻ്റെ ഇടതുഭാഗത്ത് PDP, വലതുഭാഗത്ത് മറ്റേ ആസാമി അല്ല മറ്റേ ആസാമി അദ്ദേഹത്തെ പിടിച്ചിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ. ഒരാളുടെ തോളെ കൈയിട്ടേക്കണത് മറ്റത് PDP, വലതുഭാഗത്ത് ആസാമി. എന്നിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികളെന്ന് കേരളത്തിലെ ജനങ്ങളോടും നിലമ്പൂരിലെ ജനങ്ങളോടും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെ. അത്രേ ഞാൻ പറയുള്ളൂ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലാണ്. അവിടെ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചോ? ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ, മുനിസിപ്പാലിറ്റിയൊക്കെ UDF ലീഡ് ചെയ്തിട്ട് എത്ര വർഷമായി? ലീഡാണ് മുനിസിപ്പാലിറ്റി. ശ്രീ റോജി M. ജോണാണ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീകണ്ഠനോടൊപ്പം. ലീഡാണ് എല്ലായിടത്തും. LDF സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് ലീഡാണ്. ഇവിടെ സാധാരണ CPM കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ലീഡാണ് വെച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങളും UDFന് വോട്ട് ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊള്ളാം. എല്ലാ വിഭാഗം ജനങ്ങളും മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിച്ചു. നോ കമൻസ്. ഞാനൊന്നും ആരോടും പറയില്ല. ഞാൻ ഇതുവരെ നിങ്ങളോട് ചോദിച്ചു, ഞാൻ ഇതുവരെ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ?
മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും കുറിച്ച്? ഒരു വാക്കും. പണ്ട് 2 വാചകം പറയാൻ എന്നെ UDF ചുമതലപ്പെടുത്തിയ ആ 2 വാചകം അല്ലാതെ നിങ്ങളെല്ലാം ഓരോ മണിക്കൂറാണ് എനിക്കെതിരെ പറഞ്ഞത് ലൈവായിട്ട് വിട്ടിട്ടുണ്ട്. ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ, എനിക്കെതിരെ പറഞ്ഞത് 1 മണിക്കൂർ ലൈവായിരുന്നു. 8 ദിവസക്കാലം ഒരക്ഷരം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലാണ്, ഞങ്ങൾ രാഷ്ട്രീയമാണ് മത്സരം. ഞങ്ങൾ CPM-ഉം നേതൃത്വം കൊടുക്കുന്ന LDF-ഉം UDF തമ്മിലാണ് മത്സരം. വേറെ ഒന്നിലും ഞങ്ങളെ കിട്ടില്ല.